friends, it's me Vishnu. Welcome back to my channel Unboxing Guruji Malayalam. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ വിവോ എന്ന ബ്രാൻഡ് പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സ്മാർട്ട് ഫോണിന്റെ പേര് വിവോ Z1pro. വിവോ എന്ന ബ്രാൻഡ് ഇതിനു മുമ്പ് ഇറക്കിയ വിവോ 15 Pro എന്ന് പറയുന്ന ഫ്ലാഷി സ്മാർട്ട് ഫോണിന് ശേഷം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന ഒരു കിടിലൻ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ് വിവോ Z1pro എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിവോയുടെ ഒരു പുതിയ സീരീസ് കൂടെയാണ് വിവോ Z സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സീരീസിലെ ഫസ്റ്റ് സ്മാർട്ട് ഫോണാണ് വിവോ Z1pro എന്നും പറയുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ എടുക്കാൻ പോകുന്നവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ് വിവോ Z1pro എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഒട്ടും തന്നെ വൈകിപ്പിക്കില്ല, നമുക്ക് നേരെ വീഡിയോ എടുക്കാം. ആദ്യം തന്നെ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ആ സ്മാർട്ട് ഫോൺ കാണുമ്പോൾ നമുക്ക് പ്രീമിയം ഫീൽ ലഭിക്കുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഈ സ്മാർട്ട് ഫോണിന്റെ ബാക്ക് സൈഡ് ഗ്ലാസ് ഫിനിഷിംഗ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ കാണുമ്പോൾ ഒരു റിഫ്ലക്റ്റിംഗ് അനുഭവം, അതായത് ഒരു സ്മാർട്ട് ഫോൺ കാണുമ്പോൾ റിഫ്ലക്റ്റിംഗ് അനുഭവം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ കണ്ടാൽ തന്നെ ആരും മേടിച്ച് പോകുന്ന തരത്തിലാണ് സ്മാർട്ട് ഫോൺ ഡിസൈൻ നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വോളിയം ബട്ടൺ പവർ ബട്ടൺ നൽകിയിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് സിം വെച്ച ഡ്രൈ നൽകിയിട്ടുണ്ട്. താഴോട്ട് വരികയാണെങ്കിൽ USB Type-C പോർട്ടും അതുപോലെ തന്നെ 3.5mm ഹെഡ്ഫോൺ ജാക്ക് പോർട്ടും പിന്നെ സ്പീക്കർ യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ക്യാമറയ്ക്ക് നല്ല ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടാണ് വിവോ ഈ ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരിക്കുന്നത്. AI റിയർ ക്യാമറയാണ് ഈ സ്മാർട്ട് ഫോണിൽ വരുന്നത്. റിയർ ക്യാമറയെ കുറിച്ച് പറയാൻ ട്രിപ്പിൾ ക്യാമറ, അതായത് 60 മെഗാപിക്സലിന്റെ ഒരു ക്യാമറ, 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറ, 2 മെഗാപിക്സലിന്റെ അപ്രോച്ച് സെൻസറിങ് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിന് ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. സെൽഫി ക്യാമറ വരുന്നത് 32 മെഗാപിക്സലിന്റെയാണ്. f1.78 അപ്രോച്ച് സെൻസറിലാണ് ഇതിന്റെ 60 മെഗാപിക്സൽ ക്യാമറ വരുന്നത്. f2.2 അപ്രോച്ച് സെൻസറിലാണ് ഇതിന്റെ 8 മെഗാപിക്സലിന്റെ ക്യാമറ വരുന്നത്. f2.4 അപ്രോച്ച് സെൻസറിലാണ് ഇതിന്റെ 2 മെഗാപിക്സലിന്റെ ക്യാമറയും വരുന്നത്. സെൽഫി ക്യാമറ എന്ന 32 മെഗാപിക്സലാണ്, അതായത് f2.0 അപ്രോച്ച് സെൻസറാണ് ഇതിന്റെ സെൽഫി ക്യാമറ വരുന്നത്. ഇൻ ഡിസ്പ്ലേ സെൽഫി ക്യാമറ ഈ സ്മാർട്ട് ഫോണിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രോസസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 712 എന്ന പ്രോസസറാണ് ഈ സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. ഒക്ടോകോർ പ്രോസസറാണ് ഈ സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. 2.3 GHz പ്രോസസർ സ്പീഡ് ഈ സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല ഗെയിം കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഡേറ്റ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. ഗെയിമിങ്ങിന് പ്രാധാന്യം നൽകുന്ന ഒരു സ്മാർട്ട് ഫോണിൽ ഗെയിം കപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഹൈ ഗ്രാഫിക്സിലുള്ള ഗെയിമൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വിവോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 5000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ സ്മാർട്ട് ഫോണിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 2 ദിവസമൊക്കെ ഒരു സ്മാർട്ട് ഫോൺ സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 2 വേരിയന്റിൽ അവൈലബിൾ ആണ്. 4GB RAM, 64GB ROM, 6GB RAM, 128GB ROM എന്നീ 2 വേരിയന്റിലാണ് സ്മാർട്ട് ഫോൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 256GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 4GB RAM, 64GB ROM എന്ന് പറയുന്ന വേരിയന്റിന് 14,990 രൂപയാണ് പ്രൈസ് വരുന്നത്. 6GB RAM, 128GB എന്ന് പറയുന്ന വേരിയന്റിന് 16,990 രൂപയാണ് പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിച്ചേക്കുക. അപ്പൊ മറ്റൊരു ടെക്നോളജി വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.